പ്രകടനം കണ്ട് മലയാളികൾ ആരാധിക്കുന്ന താരങ്ങളിൽ ചിലരെങ്കിലും രാസലഹരിയുടെ മായിക വലയത്തിൽ അകപ്പെട്ടവരാണ്. 2 കോടിയിലേറെ രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പിടിയിലായ യുവതിയുടെ മൊഴിയിലാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗം വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുടെ പേരുകളാണ് ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താന എക്സൈസിനോട് വെളിപ്പെടുത്തിയത്. ഈ നടന്മാർക്കെതിരെ അതീവ ഗൗരവതരമായ തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചെന്നാണ് സൂചന. സെക്സ് റാക്കറ്റുമായും അടുത്ത ബന്ധം തസ്ലീമയ്ക്കുള്ളതായി വ്യക്തമായിട്ടുമുണ്ട്. 8 ഭാഷകളിൽ പ്രാവീണ്യമുള്ള തസ്ലീമ തിരക്കഥ വിവർത്തകയായാണ് സിനിമാ മേഖലയിലെത്തുന്നത്. ചെന്നൈയും കൊച്ചിയും താവളമാക്കിയിരുന്ന തസ്ലീമയുടെ പല ഇടപാടുകളും ദുരൂഹവുമാണ്. ഇവരുമായി ബന്ധം പുലർത്തിയ മുഴുവൻ പേരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് പോലീസ് പെട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അന്വേഷണം പ്രമുഖ നടന്മാരിലേക്കും നീളുകയാണ്. ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാനാണ് എക്സൈസ് തീരുമാനം. താരങ്ങൾക്ക് ലഹരി നൽകിയെന്ന മുഖ്യപ്രതി തസ്ലീമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുക. ഇരുവരുമായി ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് തസ്ലീമയുടെ മൊഴി. തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകളടക്കം നിർണായക തെളിവുകൾ എക്സൈസിന് ലഭിച്ചിട്ടുമുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവിന്റെ വൻ ലഹരിവേട്ടയ്ക്ക് തൊട്ടുപുറകെ തസ്ലീമ സുൽത്താനയുമായി ബന്ധപ്പെട്ട സിനിമാ ബന്ധങ്ങൾ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നിരുന്നു. പിന്നാലെ എക്സൈസിന്റെ സ്ഥിരീകരണവുമുണ്ടായി. സിനിമാ മേഖലയിൽ ആൾക്കാരും ഉണ്ട്, ഇൻവോൾവ് ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. 1-2 പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ചെന്നൈ, എറണാകുളം എന്നീ സിനിമാ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു തസ്ലീമയുടെ ലഹരി വിൽപ്പന. അഭിനേതാക്കളായ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി എന്നിവരുമായി ചേർന്ന് ലഹരി ഉപയോഗിച്ചതായാണ് തസ്ലീമ മൊഴി നൽകിയിട്ടുള്ളത്. ഇവരുമായുള്ള ഫോൺ ബന്ധങ്ങളുടെ ഡിജിറ്റൽ തെളിവുകളും എക്സൈസിന് ലഭിച്ചു. ഇരുവർക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എക്സൈസ് ഉടൻ നോട്ടീസ് നൽകും. സിനിമാ മേഖലയിൽ 1-2 പേരുടെ പേര് ഇവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എന്ത് തെളിവാണുള്ളത് നമുക്ക് സയന്റിഫിക് എവിഡൻസും കൂടി വേണം. അത് കിട്ടിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യും. ഹൈബ്രിഡ് കഞ്ചാവിന് പുറമെ തസ്ലീമയുടെ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട സിനിമാ ഇടപാടുകളും അന്വേഷണ സംഘം തേടുന്നുണ്ട്. മൊഴിയിൽ നിന്ന് ലഭിച്ച വിശദാംശങ്ങൾ എക്സൈസ് ഉടൻ പോലീസിന് കൈമാറും. ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ എറണാകുളത്തുണ്ടായിരുന്ന ഹോം സ്റ്റേയിൽ സിനിമാ മോഹവുമായി ഫോട്ടോഷൂട്ടിനെത്തിയ പെൺകുട്ടിയെ ലഹരി നൽകി പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ് തസ്ലീമ. ഇവരുടെ ഫോൺ അന്വേഷണ സംഘം വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ലഹരി പെൺവാണിഭ റാക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ണികൾ അതിൽ നിന്ന് ലഭ്യമാകുമെന്നാണ് വിലയിരുത്തൽ. ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18, ആലപ്പുഴ. IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ ആത്മഹത്യ കേരളത്തെ നടുക്കിയതാണ്. ഈ സംഭവത്തിൽ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ പുറത്തുവരുന്നത്. മേഘയുടെ സുഹൃത്ത് സുഗാൻ സുരേഷിന് ഒരേ സമയമുണ്ടായിരുന്നത് 3 പ്രണയബന്ധങ്ങളായിരുന്നു. മേഘ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിനു ശേഷം തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. മേഘയും സുഗാന്തും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധു എന്ന 24 വയസ്സുകാരിക്ക് പുറമെ IBയിലെ തന്നെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായി കൂടി സുഗാൻ സുരേഷിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മേഘ മധു ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ 3 വനിതാ ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം അടുപ്പം സൂക്ഷിച്ചിരുന്ന സുഗാൻ സുരേഷ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് മേഘയുമായി മാത്രമായിട്ടാണെന്നാണ്
അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. IB ഉദ്യോഗസ്ഥരും പോലീസും കൊച്ചിയിലെ സുഗാന്തിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത്. 2 തവണ സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായ സുഗാന്ത് മെയിൻ പരീക്ഷയിൽ പരാജയം നേരിട്ടിട്ടും സിവിൽ സർവീസ് മോഹം കൈവിട്ടിട്ടില്ലെന്നതിന് തെളിവായി സുഗാന്ത് സുരേഷ് IAS എന്നെഴുതിയ പേഴ്സണൽ ഡയറി മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷം മാത്രം വിവാഹം മതിയെന്ന നിലപാടെടുത്ത സുഗാന്തിനെ ഉടൻ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് മേഘ നിർബന്ധിച്ചിരുന്നതായും ഇതേ തുടർന്ന് ഇയാൾ യുവതിയുടെ പരുഷമായി പെരുമാറിയിരുന്നതായും ആണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് പിന്നാലെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടെ 2024 ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ മേഘയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം മുഴുവനായും സുഗാന്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. മേഘയ്ക്ക് ദൈനംദിന ചെലവുകൾക്കായി 10,000 രൂപയും 15,000 രൂപയും വീതം സുഗാന്ത് പലപ്പോഴായി അയച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം രാത്രി 9:30ക്കും 11 മണിക്കും ഇടയിൽ എന്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണ് തന്റേതെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞതായും ഇവർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കവേ VIP സന്ദർശനത്തിന്റെ ഭാഗമായി IB ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൃത്യനിർവഹണത്തിനായി പോകേണ്ടി വന്നെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലൈംഗിക ചൂഷണത്തിന് വിധേയയായ 24-കാരി വിവാഹത്തിൽ നിന്ന് സുഗാന്ത് സുരേഷ് പിന്മാറിയതോടെയാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സെക്കൻഡുകളുടെ മാത്രം ദൈർഘ്യമുള്ള യുവതിയുടെ അവസാന ഫോൺ കോളുകൾ ജീവനൊടുക്കാൻ പോകുന്ന വിവരം കാമുകനെ അറിയിക്കുകയെന്ന ഉദ്ദേശത്തോടെ മാത്രമായിരുന്നെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ഒളിവിൽ കഴിയുന്ന സുഹൃത്ത് സുഗാന്ത് സുരേഷ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞു. മേഘയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഹർജിയിൽ പറയുന്നു. ജ്യോതിഷിയെ കണ്ട ശേഷം മേഘയുടെ വീട്ടുകാർ ബന്ധത്തെ എതിർത്തെന്നും ആരോപണമുണ്ട്. അതേസമയം ജാമ്യാപേക്ഷയിലെ വാദങ്ങൾ മേഘയുടെ കുടുംബം തള്ളിക്കളഞ്ഞു. വിവാഹാലോചനയുമായി വരുമെന്ന് വിചാരിച്ച വീട് മൂടി പിടിപ്പിച്ചെങ്കിലും സുഗാന്തിന്റെ വീട്ടുകാർ വന്നില്ല. ആലോചനയിൽ നിന്ന് പിന്മാറാനാണ് സുഗാന്ത് ശ്രമിച്ചിരുന്നതെന്നും മേഘയുടെ വീട്ടുകാർ പറയുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് വെള്ളിയാഴ്ചയാണ് പരിഗണിക്കുക. യുവതിയുടെ വീട്ടുകാരെ കുറ്റപ്പെടുത്തിയാണ് സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യ ഹർജി. ഒളിവിൽ കഴിയവെയാണ് സുഗാന്ത് മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. അഡ്വക്കേറ്റ് CP ഉദയഭാനു മുഖേനയാണ് മുൻകൂർ ജാമ്യാപേക്ഷ. മേഘയുടെ മരണത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഹർജിയിൽ പറയുന്നു. വൈകാരികമായും മാനസികമായും താനും മേഘയും ഏറെ അടുത്തിരുന്നു. മേഘ ഇക്കാര്യം വീട്ടുകാരെ അറിയിക്കുകയും തന്റെ മാതാപിതാക്കൾ യുവതിയുടെ വീട്ടിലെത്തി വിവാഹകാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ജ്യോതിഷിയെ കണ്ട ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെ പറയാൻ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല. താനുമായി ഏതെങ്കിലും വിധത്തിൽ ബന്ധം പുലർത്തുന്നതിനെ പിന്നീട് രൂക്ഷമായി എതിർത്തതായും ഹർജിയിലുണ്ട്. മൊബൈൽ നമ്പർ പോലും ബ്ലോക്ക് ചെയ്ത് തമ്മിൽ ബന്ധപ്പെടാതിരിക്കാൻ മേഘയോട് നിർദ്ദേശിച്ചു. മാതാപിതാക്കളുടെ സമീപനത്തിൽ നിരാശയായ മേഘ തനിക്കൊപ്പം നിൽക്കാനാണ് തീരുമാനിച്ചതെന്നും ഇരുവരും ചേർന്ന് നെടുമ്പാശ്ശേരിയിൽ വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിച്ചിരുന്നെന്നും ഹർജിയിൽ പറയുന്നു. പതിവ് പോലെ ജോലിക്കാര്യങ്ങളെക്കുറിച്ചാണ് യുവതി തന്നോട് ഫോണിൽ സംസാരിച്ചത്. വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നതിനാൽ മേഘ സമ്മർദ്ദത്തിലായിരുന്നു. യുവതി ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിനു പിന്നിൽ മാതാപിതാക്കൾ ഏൽപ്പിച്ച സമ്മർദ്ദമാണെന്നും സുഗാന്തിന്റെ ഹർജിയിലുണ്ട്. തന്നെ നിലവിൽ കേസിൽ പ്രതി ചേർത്തിട്ടില്ലെങ്കിലും യുവതിയുടെ വീട്ടുകാർ അതിന് ശ്രമിക്കുന്ന സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാണ് സുഗാന്തിന്റെ ആവശ്യം. അതേസമയം യുവതിയെ സാമ്പത്തികമായും ലൈംഗികമായും സുഗാന്ത് ചൂഷണം ചെയ്തെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സുഗാന്തിന്റെ ഹർജിയിലെ ആരോപണങ്ങൾ മേഘയുടെ കുടുംബം തള്ളുകയാണ്. സുഗാന്തിന്റെ മാതാപിതാക്കൾ വിവാഹമാലോചിച്ചെത്തിയെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇവർ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കോഴിക്കോട് താമരശ്ശേരി ഷഹബാസ് കൊലക്കേസിൽ കുറ്റാരോപിതരായ 6 വിദ്യാർത്ഥികളുടെയും
ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായി. കേസ് വിധി പറയാനായി ഈ മാസം 8 മാറ്റി. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറയുക. മകന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ പ്രതികരിച്ചു. അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രതികളായ കുട്ടികൾക്ക് ഇപ്പോൾ ജാമ്യം നൽകരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. കുറ്റകൃത്യത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന ചിന്ത പ്രതികളുടെ കുറ്റവാസനയാണ് തെളിയിക്കുന്നതെന്ന് ഷഹബാസിന്റെ കുടുംബം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. നഞ്ചക്ക് ഉപയോഗിച്ചാണ് പ്രതികൾ കൊല നടത്തിയത്. പരിശീലനം ലഭിച്ചയാൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ കഴിയൂ. കൊലപാതകം നടന്ന സമയത്ത് പ്രതികളിൽ ഒരാളുടെ പിതാവ് സ്ഥലത്തുണ്ടായിരുന്നുവെന്നും ഷഹബാസിന്റെ കുടുംബം കോടതിയിൽ ആവർത്തിച്ചു. മകന് നീതി കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷഹബാസിന്റെ അച്ഛൻ ഇക്ബാൽ. ഇതിൽ രക്ഷിതാക്കളെ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി വരുന്നുണ്ട്. അപ്പോൾ അത് അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ആളുകളെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ട് സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. അവരെയും കൂടി ഇതിൽ പ്രേരണാ കുറ്റം എന്ന രീതിയിൽ ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ട്രിഡ്സ് എന്ന ട്യൂഷൻ സെന്ററിന്റെ ആളുകൾ ഇതിലുണ്ട്. പക്ഷെ അവര് വരെ ഇതിൽ അറിയുന്ന ആളുകളാണ്, ഇതിൽ ഉൾപ്പെട്ട ആളുകളാണ്. കുട്ടികൾ 34 ദിവസമായി റിമാൻഡിൽ കഴിയുന്നത് ശിക്ഷയായി പരിഗണിക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. നന്നായി പഠിക്കുന്നവരും പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും മികച്ച കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരുമാണ് പ്രതികൾ. മരിച്ച ഷഹബാസ് ഉൾപ്പെട്ട സംഘർഷത്തിൽ ഏർപ്പെട്ട കുട്ടികൾ പ്രതികൾ പഠിക്കുന്ന ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നവരല്ല. എന്തിന് ഷഹബാസ് അടക്കമുള്ളവർ ട്യൂഷൻ സെന്ററിലേക്ക് എത്തിയതെന്നും പ്രതിഭാഗം ചോദിച്ചു. നിർഭയ കേസിലെ സുപ്രീം കോടതി വിധി ചൂണ്ടിക്കാട്ടി കുറ്റാരോപിതർക്ക് പ്രായപൂർത്തിയായില്ലെന്ന പരിഗണന നൽകരുതെന്ന് ഷഹബാസിന്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. അവർക്ക് ജാമ്യം നിഷേധിക്കാൻ കോടതിയിൽ നിയമത്തിൽ വകുപ്പുകളുണ്ട്. അവരുടെ ജാമ്യം നിഷേധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. ഈ കാര്യം കോടതിയുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. ഇതേ വിഷയം തന്നെയാണ് നിർഭയ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിലയിരുത്തിയിട്ടുള്ളത്. റയറസ്റ്റ് ഓഫ് റയർ കേസിൽ സൊസൈറ്റിയുടെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന രീതിയിലുള്ള ഒരു ജഡ്ജ്മെന്റ് പാടില്ല. കേസിൽ അറസ്റ്റിലായ 5 പേരുടെ ജാമ്യാപേക്ഷ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് തള്ളിയതോടെയാണ് പ്രതികൾ ജില്ലാ സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഒബ്സർവേഷൻ ഹോമിൽ കഴിയുന്ന പ്രതികളെ 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ അനുവദിച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള നീക്കം ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഒടുവിൽ ഷെറിന്റെ മോചന തീരുമാനം സർക്കാർ മരവിപ്പിക്കുകയും ചെയ്തു. ബാഹ്യ സമ്മർദ്ദമുണ്ടായെന്ന ആരോപണത്തെ തുടർന്നാണ് ഈ തീരുമാനം മരവിപ്പിച്ചത്. ഷെറിന്റെ മോചനത്തിന് ഉന്നതതല ഇടപെടൽ നടക്കുന്നതായി ഗവർണർക്ക് പരാതിയും ലഭിച്ചിരുന്നു. രണ്ട് മാസം മുമ്പാണ് ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനെ മോചിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായത്. ജീവപര്യന്തം തടവിന് വിധിച്ച ഷെറിന്റെ ശിക്ഷ 14 വർഷം പൂർത്തിയായ സാഹചര്യത്തിലായിരുന്നു ഇളവ് നൽകാനുള്ള തീരുമാനം. അതിനിടെ മോചനത്തിനായി ബാഹ്യസമ്മർദ്ദമുണ്ടായെന്ന ആരോപണമുയർന്നു. മന്ത്രിസഭാംഗം മോചനത്തിനായി ഇടപെട്ടെന്നും ആക്ഷേപം ഉണ്ടായി. മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷവും ജയിലിൽ സഹതടവുകാരെ കയ്യേറ്റം ചെയ്ത കേസിൽ ഷെറിൻ പ്രതിയായിരുന്നു. ഇതിന് പിന്നാലെയാണ് മോചനം തടയണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി ലഭിച്ചത്. വിഷയത്തിൽ ഗവർണർ വിശദീകരണം ചോദിക്കാൻ സാധ്യതയുണ്ടെന്നും ആഭ്യന്തര വകുപ്പിന് സൂചന ലഭിച്ചു. തുടർന്നാണ് മന്ത്രിസഭയുടെ തീരുമാനം സർക്കാർ മരവിപ്പിച്ചത്. നവംബർ 8 ചെങ്ങന്നൂർ സ്വദേശി ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത്. മകന്റെ ഭാര്യയായിരുന്ന ഷെറിനും കാമുകനും ചേർന്നാണ് ഭാസ്കര കാരണവരെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കുറ്റപത്രം. കൊലപാതകത്തിൽ ഷെറിന് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സുപ്രീം കോടതിയും ജീവപര്യന്തം ശിക്ഷ ശരിവച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. തമിഴ്നാടിനെ ഞെട്ടിച്ച് വീണ്ടും ഒരു ദുരഭിമാന കൊല നടന്നത് കഴിഞ്ഞ ദിവസമാണ്. തിരുപ്പൂർ ജില്ലയിലെ സഹോദരിയെ സഹോദരൻ തലയ്ക്കടിച്ചു കൊന്നതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കോളേജിലെ സഹപാഠിയായ ഇതര ജാതിയിൽപ്പെട്ട യുവാവുമായി പെൺകുട്ടി അടുപ്പത്തിലായതാണ് സഹോദരനെ പ്രകോപിപ്പിച്ചത്. അലമാര ദേഹത്ത് വീണ് പരിക്കേറ്റാണ് പെൺകുട്ടി മരിച്ചതെന്നാണ് കുടുംബം പറഞ്ഞതെങ്കിലും പോലീസ് അന്വേഷണത്തിൽ സത്യാവസ്ഥ പുറത്തുവരികയായിരുന്നു. തിരുപ്പൂർ ജില്ലയിലെ പല്ലടത്തിന് സമീപമാണ് കോളേജ് വിദ്യാർത്ഥിനിയായ സഹോദരിയെ സഹോദരൻ തലക്കടിച്ചു കൊന്നത്. കോയമ്പത്തൂരിലെ സർക്കാർ കോളേജ് വിദ്യാർത്ഥിനി 22-കാരിയായ വിദ്യയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ സഹോദരൻ ശരവണകുമാറിനെ കാമനായ്ക്കൻ പാളയം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.
കഴിഞ്ഞ ഞായറാഴ്ചയാണ് വീടിനകത്ത് വെച്ച് വിദ്യ മരിച്ചത്. അലമാര ദേഹത്ത് വീണ് മരിച്ചെന്നാണ് കുടുംബം അയൽവാസികളോടും ബന്ധുക്കളോടും പറഞ്ഞത്. തുടർന്ന് പോലീസിൽ വിവരമറിയിക്കാതെ സമീപത്തെ ശ്മശാനത്തിൽ മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. മരണത്തിൽ അസ്വാഭാവികത തോന്നി വിദ്യയുടെ കാമുകൻ വെൺമണി നൽകിയ പരാതിയാണ് സംഭവത്തിന്റെ ചുരുളഴിച്ചത്. വിദ്യയുടെ സഹോദരൻ ശരവണകുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു. കോളേജിൽ സഹപാഠിയായ വെൺമണിയുമായുള്ള പ്രണയത്തിൽ നിന്ന് പിന്മാറാൻ വിദ്യയോട് കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിദ്യ തയ്യാറായില്ല. അതിനിടെ വെൺമണിയുടെ രക്ഷിതാക്കൾ വിവാഹാലോചനയുമായി വീട്ടിലെത്തിയത് ശരവണകുമാറിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. ഞായറാഴ്ച മാതാപിതാക്കൾ ക്ഷേത്രദർശനത്തിന് പോയ സമയം വിദ്യയും ശരവണകുമാറും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തുടർന്ന് ഇരുമ്പ് കമ്പി കൊണ്ട് വിദ്യയെ തലക്കടിച്ച് കൊല്ലുകയായിരുന്നു. അപകടമരണമാണെന്ന് വരുത്തി തീർക്കുന്നതിനായി അലമാര ദേഹത്തേക്ക് മറിച്ചിട്ടതായും ശരവണകുമാർ പോലീസിന് മൊഴി നൽകി. സംഭവത്തിൽ വിദ്യയുടെ മാതാപിതാക്കളെയും പോലീസ് പ്രതിയേർത്തേക്കും. ന്യൂസ് 18 ചെന്നൈ. കേരളത്തെ നടുക്കിയ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ നിർണായക തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം. ഇതിനായി പ്രതി റിജോ ആന്റണിയുടെ നടത്ത പരിശോധന നടത്തി. നടത്ത പരിശോധന എന്ന ഗേറ്റ് അനാലിസിസ് നടത്തുന്ന കേരളത്തിലെ ആദ്യത്തെ സംഭവം കൂടിയാണ് ഈ ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസ്. പ്രതിക്കെതിരെ തെളിവുകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. ഒരു വ്യക്തി നടക്കുന്ന രീതി ശാസ്ത്രീയമായി പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് ഈ ഗേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തി നടക്കുന്ന രീതി ശാസ്ത്രീയമായി പരിശോധിക്കുന്നതാണ് ഗേറ്റ് അനാലിസിസ് എന്ന നടത്ത പരിശോധന. ഇതിനായി പരീക്ഷണത്തിന് വിധേയനാകുന്ന വ്യക്തിയെ പലവട്ടം നടത്തിക്കും. വീഡിയോ ക്യാമറയിൽ നടത്ത രീതി ചിത്രീകരിക്കും. ഇതിലൂടെ നടത്ത രീതി, കാലുകൾ തമ്മിലുള്ള അകലം, ശരീരത്തിന്റെ ഘടന, ശരീരത്തിന്റെ ചലനത്തിലെ പ്രത്യേകതകൾ എന്നിവ രേഖപ്പെടുത്തുന്നു. ഇവ CCTV ദൃശ്യങ്ങളിൽ നിന്നോ മറ്റ് ക്യാമറകളിൽ നിന്നോ നേരത്തെ ലഭിച്ച വീഡിയോയുമായി താരതമ്യം ചെയ്യും. ഫോറൻസിക് ലാബിൽ നടത്തുന്ന താരതമ്യത്തിൽ 2 സന്ദർഭങ്ങളിലെയും വ്യക്തികൾ ഒരാളാണെങ്കിൽ അത് തെളിയിക്കാൻ കഴിയും. പാദത്തിന്റെ ആകൃതി, പാദങ്ങൾ തമ്മിലുള്ള അകലം തുടങ്ങിയവയും ഇതുവഴി താരതമ്യം ചെയ്യാം. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം തെളിവായി കോടതി സ്വീകരിക്കാറുണ്ട്. ഗൗരി ലങ്കേഷ് കേസ്, മുംബൈയിലെ സാക്കിനാക്ക പീഡന കേസ്, സച്ചിൻ വേഴ്സസ് ആന്റലിയ കേസ് എന്നിവയിൽ നിർണായക തെളിവായത് നടത്ത പരിശോധനയാണ്. പോട്ട ബാങ്ക് കവർച്ചാ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിലെ വെല്ലുവിളികളാണ് അത്യപൂർവമായ ഗേറ്റ് അനാലിസിസ് നടത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചതിന് കാരണം. ഏക പ്രതി റിജോ ആന്റണി മാസ്കും ഹെൽമറ്റും കയ്യുറകളും ധരിച്ചാണ് കവർച്ച നടത്തിയത്. CCTVയിൽ കുറ്റവാളിയുടെ ശിരസ് പതിഞ്ഞിട്ടുണ്ടെങ്കിലും വിചാരണ വേളയിൽ മുഖം അവ്യക്തമാണെന്ന് പ്രതിഭാഗം ഉന്നയിക്കാൻ ഇടയുണ്ട്. വിരലടയാളം അടക്കമുള്ള തെളിവുകളുടെ പോരായ്മ പരിഹരിക്കാനും ഗേറ്റ് അനാലിസിസിലൂടെ കഴിയും. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഫെഡറൽ ബാങ്ക് പോട്ട ശാഖയിൽ റിജോ ഒറ്റയ്ക്ക് പട്ടാപ്പകൽ കവർച്ച നടത്തിയത്. ജീവനക്കാരനെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തി 15 ലക്ഷം രൂപ കവർന്നെങ്കിലും അടുത്ത ദിവസം ഇയാൾ പിടിയിലായി. തെളിവുകൾ അവശേഷിപ്പിക്കാതെ നടത്തിയ കുറ്റകൃത്യം അന്വേഷണ സംഘത്തെ പോലും ഞെട്ടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മൊബൈൽ ക്യാമറകളും CCTVയും ഒക്കെ വ്യാപകമായതോടെ എത്ര മറച്ച് തെറ്റുകൾ ചെയ്താലും പിടി വീഴുമെന്ന അവസ്ഥയായിട്ടുണ്ട്. കൊച്ചി കായലിലേക്ക് വീട്ടിൽ നിന്ന് മാലിന്യപ്പൊതി വലിച്ചെറിഞ്ഞതിന് ഗായകൻ MG ശ്രീകുമാറിന് പിഴ ശിക്ഷ ലഭിച്ചത് ഇതിന് ഒരു ഉദാഹരണമാണ്. MG ശ്രീകുമാറിന്റെ മുളവുകാട് പഞ്ചായത്തിലുള്ള വീട്ടിൽ നിന്ന് മാലിന്യപ്പൊതി കായലിലേക്ക് എറിയുന്ന ദൃശ്യം പുറത്തു വന്നതോടെയാണ് പിഴ ഈടാക്കിയത്. ആരാണിത് വലിച്ചെറിഞ്ഞതെന്നത് വ്യക്തമായിട്ടുമില്ല. ആരെങ്കിലും വേസ്റ്റ് വലിച്ചെറിയുന്നത് ആളെ കിട്ടണം. ആരാണ് മാലിന്യം വലിച്ചെറിയുന്നതെന്നത് വ്യക്തമല്ലെങ്കിലും ഗായകന്റെ വീട്ടിൽ നിന്നാണെന്നത് വ്യക്തമാണ്. ഇത് പകർത്തിയ വിനോദസഞ്ചാരി സ്ഥലവും സമയവും എല്ലാം കൃത്യമായി പറഞ്ഞിരുന്നു.
വീഡിയോ ദൃശ്യവും ദിവസവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതരാണ് പിന്നീട് നോട്ടീസ് നൽകിയത്. സോഷ്യൽ മീഡിയയിലൂടെ മന്ത്രി MP രാജേഷിനെ ടാഗ് ചെയ്താണ് ഇത് പകർത്തിയ വിനോദസഞ്ചാരി വീഡിയോ പോസ്റ്റ് ചെയ്തത്. പരാതി ലഭിച്ചതോടെ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചു. പിഴയായി 25,000 രൂപ അടയ്ക്കണമെന്നായിരുന്നു നോട്ടീസ്. ഇത് MG ശ്രീകുമാർ കഴിഞ്ഞ ദിവസം അടച്ചു. ഗായകനും കുടുംബവും സ്ഥിരമായി താമസിക്കുന്ന വീട് ഇതല്ല. ജീവനക്കാരാണ് കൂടുതലും സമയവും വീട്ടിലുണ്ടാകുന്നത്. ന്യൂസ് 18 കൊച്ചി. സ്വകാര്യ ബസ് ജീവനക്കാരുടെ മത്സരയോട്ടവും സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കവും ഉണ്ടാക്കുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല. കൊച്ചി ഇടപ്പള്ളിയിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടിച്ചതാണ് ഒടുവിലത്തെ സംഭവം. മാരകായുധങ്ങളുമായാണ് ബസ് ജീവനക്കാർ നടുറോട്ടിൽ ഏറ്റുമുട്ടിയത്. 2 ബസ്സുകളിലെയും ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുമുണ്ട്. രാവിലെ ഇടപ്പള്ളി ഭാഗത്ത് വെച്ചാണ് സംഭവം. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. പറവൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സർവീസ് നടത്തുന്ന പുളിക്കൽ, കിസ്മത്ത് എന്നീ ബസ്സുകളിലെ ജീവനക്കാരാണ് തമ്മിലടിച്ചത്. കമ്പിവടിയും വാക്കത്തിയും ഉപയോഗിച്ച് ആക്രമണം നടത്തിയ ഇവർ നഗരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സംഘർഷത്തിനിടെ പറവൂരിൽ നിന്ന് വന്ന ബസ് അടിച്ചു തകർത്തതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നഗരത്തിലെ തിരക്കേറിയ റോഡിലായിരുന്നു സംഘർഷം. ബസ്സുകളിലെ യാത്രക്കാർക്ക് പരിക്കില്ല. ഇളമക്കര പോലീസ് എത്തി 2 ബസ്സിലെയും ജീവനക്കാരെ കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം കൊച്ചിയിലെ പതിവ് കാഴ്ചയാണ്. ഇതിനു മുമ്പും പലതവണ ബസ് ജീവനക്കാർ തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബാറിന് സമീപം ബിയർ കുപ്പി കൊണ്ട് 5 വയസ്സുകാരന് പരിക്കേറ്റ സംഭവത്തിൽ പ്രധാന പ്രതിയെ കാട്ടാക്കട പോലീസ് പിടികൂടി കഴിഞ്ഞു. കട്ടക്കോട് കാവുവിള പുത്തൻ വീട്ടിൽ മുഹമ്മദ് നദീമാണ് പിടിയിലായത്. CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ച് അതിസമർത്ഥമായാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. CI മൃദുൽകുമാറിന്റെയും SI മനോജിന്റെയും നേതൃത്വത്തിൽ അതിവേഗമാണ് പ്രതിയെ പിടികൂടിയത്. ബിയർ കുപ്പി കൊണ്ട് കുട്ടിക്കും പിതാവിനും പരിക്കേറ്റ സംഭവത്തിൽ പ്രതിയെപ്പറ്റി പ്രാഥമികമായി ഒരു വിവരവും പോലീസിന് ലഭിച്ചിരുന്നില്ല. ബാറിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സംശയം തോന്നിയവരെ പോലീസ് പ്രത്യേകം നിരീക്ഷിച്ചു. മുഹമ്മദ് നദീമിനെയും നിരീക്ഷിച്ചപ്പോൾ ഗൂഗിൾ പേ വഴി ഇയാൾ പണമിടപാട് നടത്തുന്നതും ബിയർ വാങ്ങി പുറത്തിറങ്ങുന്നതും വ്യക്തമായി. തുടർന്ന് മറ്റ് CCTV ദൃശ്യങ്ങളുമായി ഒത്തുനോക്കി കൃത്യം ചെയ്തത് നദീമാണെന്ന് ഉറപ്പിച്ചു. ഇയാളുടെ ഫോൺ നമ്പരും നിരീക്ഷിച്ചു. സംഭവത്തിന് ശേഷം നദീമിന്റെ ടവർ ലൊക്കേഷൻ പൂവാർ ഭാഗത്തായിരുന്നു. ഇയാൾ തിരികെ വീട്ടിലേക്ക് മടങ്ങിയത് പോലീസ് മനസ്സിലാക്കിയതോടെയാണ് അറസ്റ്റ്. മുഹമ്മദ് നദീം ബാറിൽ നിന്ന് ഇറങ്ങി വന്ന ബിയർ കുപ്പി റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. ഇത് തെറിച്ചതുകൊണ്ടാണ് ഈ സമയം അതുവഴി യാത്ര ചെയ്യുകയായിരുന്ന രജനീഷിനും മകൻ 5 വയസ്സുകാരൻ ആദം ജോണിനും പരിക്കേറ്റത്. കുട്ടിയുടെ നെഞ്ചിലും കാലിലും ബിയർ കുപ്പിയുടെ ചില്ലുകൾ പതിച്ചിരുന്നു. പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. CPOമാരായ പ്രവീണും ഷിബുവും അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം. സേവനം നൽകാതെ 2.7 കോടി രൂപ വീണ വിജയൻ കൈപ്പറ്റിയെന്നാണ് SFIOയുടെ കണ്ടെത്തലുള്ളത്. വീണയ്ക്ക് പുറമെ എക്സാലോജിക്, CMRL, ശശിധരൻ കർത്ത, എംപവർ ഇന്ത്യ കമ്പനി എന്നിവരാണ് മറ്റു പ്രതികൾ. കേസിൽ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകി കഴിഞ്ഞു. 2024 ജനുവരിയിൽ തുടങ്ങിയ അന്വേഷണത്തിലാണ് 14 മാസങ്ങൾക്ക് ശേഷം പുതിയ വഴിത്തിരിവ്.
കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ കുറ്റപത്രത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ പ്രതി ചേർത്തത്. വീണയ്ക്ക് പുറമെ എക്സാലോജിക്കും ശശിധരൻ കർത്തയും CMRL-ഉം സഹോദര സ്ഥാപനവും പ്രതികളാണ്. പ്രതികൾക്കെതിരെ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയത്. സേവനമൊന്നും നൽകാതെ വീണ വിജയൻ 2.70 കോടി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. വെട്ടിപ്പ് നടത്തിയ തുകയോ അതിന്റെ 3 ഇരട്ടിയോ പിഴയായും ചുമത്താം. CMRL നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നുമാണ് ഈ പണം കൈപ്പറ്റിയത്. ശശിധരൻ കർത്തയും ഭാര്യയുമാണ് എംപവർ ഇന്ത്യ കമ്പനിയുടെ ഡയറക്ടർമാർ. ക്രമക്കേട് കണ്ടെത്തിയതുൾപ്പെടെയുള്ള SFIയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി. ഇതോടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൊച്ചിയിലെ കോടതി വഴി വിചാരണ നടപടികൾ തുടങ്ങാം. വീണ ഉൾപ്പെടെയുള്ളവർക്ക് സമൻസ് അയക്കും. ശശിധരൻ കർത്തയ്ക്കും CMRL ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കും എതിരെ കൂടുതൽ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. 182 കോടി രൂപയുടെ വെട്ടിപ്പ് CMRL-ൽ നടന്നെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ ഇനി പ്രോസിക്യൂഷൻ നടപടികൾ നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. എറണാകുളം കുറുപ്പമ്പടിയിൽ വ്യാപാരിയുടെ ബൈക്കിന്റെ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന 1 ലക്ഷം രൂപയാണ് മോഷ്ടാവ് കവർന്നത്. കുറുപ്പമ്പടി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വ്യാപാരം നടത്തുന്ന പൗലോസ് എന്നയാളുടെ പണമാണ് നഷ്ടപ്പെട്ടത്. പ്രതിക്കായി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു പോലീസ്. രാവിലെ 9:30 സംഭവം. കുറുപ്പമ്പടി സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വ്യാപാരം നടത്തുന്ന പൗലോസ് എന്നയാളുടെ പണമാണ് മോഷ്ടിക്കപ്പെട്ടത്. വ്യാപാര സ്ഥാപനത്തിന് നേരെ മുന്നിൽ തന്നെയാണ് ഇദ്ദേഹം ബൈക്ക് വെച്ചിരുന്നത്. സ്ഥാപനത്തിന്റെ മുൻവശം ബസ് കാത്ത ആളുകൾ നിന്ന് തക്കം നോക്കി മോഷ്ടാവ് ബൈക്കിന്റെ പെട്ടി തുറന്ന് പണം എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഒരാൾ വന്ന് ബൈക്കിന്റെ പെട്ടിയിൽ നിന്ന് പൊതിയെടുത്തുകൊണ്ട് പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ സഹിതം പൗലോസ് കുറുപ്പമ്പടി പോലീസിൽ പരാതി നൽകി. സംഭവത്തിൽ കേസെടുത്ത പോലീസ് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊച്ചി. കോവിഡ് കാലത്ത് പാലക്കാട് വാളയാർ ചെക്ക് പോസ്റ്റിലൂടെ 757 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതികൾക്ക് 15 വർഷം വീതം കഠിന തടവും 1.5 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ. പെരിന്തൽമണ്ണ സ്വദേശികളായ ബാദുഷ, മുഹമ്മദ് ഫായിസ്, ഇടുക്കി സ്വദേശി ജിഷ്ണു, ബിജു എന്നിവരെയാണ് പാലക്കാട് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പിന്നീട് അറസ്റ്റിലായ 4ാം പ്രതി കാട്ടാക്കട സ്വദേശി സതീഷിനെതിരെ വിചാരണ പിന്നീടുണ്ടാകും. കോവിഡ് കാലത്ത് ലോറിയുടെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചായിരുന്നു കഞ്ചാവുമായി പ്രതികൾ എത്തിയത്. അതിർത്തിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 2021 ഏപ്രിലാണ് പാലക്കാട് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് വൻതോതിൽ കഞ്ചാവ് പിടിച്ചത്. 328 പാക്കറ്റുകളിലായി സൂക്ഷിച്ച നിലയിലാണ് 757 കിലോഗ്രാം കഞ്ചാവ് കണ്ടെത്തിയത്. കേസിൽ പെരിന്തൽമണ്ണ സ്വദേശികളായ ബാദുഷ, മുഹമ്മദ് ഫായിസ്, ഇടുക്കി സ്വദേശി ജിഷ്ണു, ബിജു എന്നിവരെയാണ് പാലക്കാട് സെഷൻസ് കോടതി ശിക്ഷിച്ചത്. വ്യാവസായിക അടിസ്ഥാനത്തിലാണ് പ്രതികൾ കഞ്ചാവ് കടത്തിയതെന്ന് തെളിഞ്ഞിരുന്നു. പിഴ അടച്ചില്ലെങ്കിൽ 1 വർഷം വീതം അധിക തടവ് അനുഭവിക്കണം. കേരളത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തതിൽ ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു കേസായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഇത് ഡിറ്റക്ഷൻ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഡിറ്റക്ടിംഗ് ഓഫീസർ നല്ല രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ എല്ലാം കൂടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമുക്ക് ഇന്നുള്ള ഒരു വിധി. അപ്പോൾ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഈ വിധി സമൂഹത്തിൽ ഇങ്ങനെ കുറ്റം ചെയ്യുന്നവർക്കൊരു പാഠവും കൂടിയാണ്. കോവിഡ് പരിശോധനയുടെ മറവിൽ പരിശോധന ഉണ്ടാവില്ല എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മാഫിയ വൻതോതിൽ ഇങ്ങനെയൊരു കടത്ത് പ്ലാൻ ചെയ്തത്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിനടുത്തുള്ള നരസിപട്ടണം എന്നുള്ള സ്ഥലത്തു നിന്നാണ് ഇത് കയറ്റിയതെന്നും എറണാകുളത്തേക്കാണ് ഇത് കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ ബോധ്യമായിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന മാഫിയ സംഘ തലവനെയും പിന്നീട് എക്സൈസ് ക്രൈംബ്രാഞ്ചിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 4ാം പ്രതി തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി ഉണ്ണി എന്ന സതീഷ് പിന്നീടാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരായ വിസ്താരം പിന്നീട് നടക്കും. ആന്ധ്രയിൽ നിന്ന് മറ്റ് പ്രതികൾ കഞ്ചാവ് കടത്തിയത് ഉണ്ണിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു.
ഇന്ത്യയിൽ തന്നെ കരമാർഗം പിടിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ കഞ്ചാവ് കേസാണിതെന്നാണ് വിവരം. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി അനിലും NDPS സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ശ്രീനാഥ് വേണുവും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ S സിദ്ധാർത്ഥനും ഹാജരായി. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് വൻ ലഹരിവേട്ട. 450 ഗ്രാം ഹാഷിഷ് ഓയിലുമായി കർണാടക സ്വദേശി പിടിയിലായി. കർണാടകയിൽ നിരവധി ലഹരി മരുന്ന് കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഷാഫി. കാറിലും വീട്ടിലും സൂക്ഷിച്ച 450 ഗ്രാം ഹാഷിഷാണ് പിടിച്ചത്. മയക്കുമരുന്ന് കടത്തിയ കന്യാന മടകുഞ്ച സ്വദേശി കലന്തർ ഷാഫിയെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. മണ്ണംകുഴി തെക്കേക്കുന്ന് നടന്ന വാഹന പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ സഞ്ചരിച്ച കാറിൽ നിന്ന് 130 ഗ്രാം ഹാഷിഷ് കണ്ടെത്തിയിരുന്നു. ഇതിനിടെ കൂട്ടത്തിലെ ഒരാൾ രക്ഷപ്പെട്ടു. പിടിയിലായ ഷാഫിയുടെ മൊഴിയിൽ നിന്നാണ് കൂടുതൽ ഹാഷിഷ് ഒളിപ്പിച്ചയിടത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 320 ഗ്രാം ഹാഷിഷ് കൂടി കണ്ടെത്തി. കലന്തർ ഷാഫി എന്നയാള് കർണാടക സംസ്ഥാനത്ത് 140 കിലോ കഞ്ചാവ്, അതുപോലെ 45 കിലോ കഞ്ചാവ് എന്നിവ ഉൾപ്പെട്ട 2 കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി NDPS കേസിൽ പ്രതിയാണ്. ഈ ഷാഫിക്ക് കാസർഗോഡ് എക്സൈസിലും മറ്റ് കേസുകളുണ്ട്. വിൽപ്പനക്കായിട്ട് ഓടിപ്പോയ ആൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യമായിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയും കലന്തർ ഷാഫിയെ 100 ഗ്രാം കഞ്ചാവുമായി പിടികൂടിയിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. കർണാടകയിലെ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് ആനക്കരയിൽ കിണർ വൃത്തിയാക്കുന്നതിനിടെ വടിവാളുകളും കമ്പിപ്പാരയും കണ്ടെത്തി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കവർച്ച നടത്തി മടങ്ങുമ്പോൾ മോഷ്ടാവകപ്പെട്ട അതേ കിണറ്റിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കിണർ വെള്ളം വറ്റിച്ച് വൃത്തിയാക്കുന്നതിനിടെയാണ് വടിവാളുകളും കമ്പിപ്പാരയും കണ്ടെത്തിയത്. തുടർന്ന് വീട്ടുടമ ചെമ്പോല വളപ്പിൽ ഹരിഗോപി ഉടൻ തന്നെ തൃത്താല പോലീസിന് വിവരം കൈമാറി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് തമിഴ്നാട് സ്വദേശികളും മോഷ്ടാക്കളുമായ കരുണാനിധി, ജയരാമൻ എന്നിവരെ ഇവിടെ നിന്ന് പിടികൂടിയത്. മോഷണം നടത്തി രക്ഷപ്പെടുന്നതിനിടെ കരുണാനിധി കിണറ്റിലേക്ക് വീഴുകയും രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം പരാജയപ്പെട്ടതോടെ ജയരാമൻ അതുവഴി വന്ന കാർ യാത്രക്കാരായ ആനക്കര സ്വദേശികളോട് രക്ഷിക്കാൻ അഭ്യർത്ഥന നടത്തുകയുമായിരുന്നു. പോലീസും ഫയർഫോഴ്സും എത്തിയാണ് കരുണാനിധിയെ പുറത്തെടുത്തത്. സംശയം തോന്നി പോലീസ് ചോദ്യം ചെയ്തതോടെയാണ് മോഷണത്തിന്റെ ചുരുൾ അഴിയുന്നത്. ആനക്കര ഡയറ്റ് ലാബ് സ്കൂളിന് മുൻവശം ആൾതാമസമില്ലാത്ത വീടുകളിലാണ് വാതിൽ കുത്തിപ്പൊളിച്ച് പ്രതികൾ മോഷണം നടത്തിയത്. ഇവിടെ നിന്ന് മോഷണം പോയ ചില്ലറ നാണയങ്ങൾ കിണറ്റിൻകരയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. വ്യാഴാഴ്ച രാവിലെയാണ് ആയുധങ്ങൾ കണ്ടെത്തുന്നത്. ആയുധങ്ങൾ പ്രതികളുടേതാണോ മോഷ്ടിച്ചതാണോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. തിരുവനന്തപുരം അരുവിക്കരയിൽ 5 വയസ്സുകാരൻ കഴുത്തിൽ തുണി മുറുകി മരിച്ച നിലയിൽ. അരുവിക്കര ഇടത്തറ ശ്രീഭവനിൽ അമ്പു ശ്രീജ ദമ്പതിമാരുടെ മകൻ അദ്വൈതാണ് മരിച്ചത്. കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ കഴുത്തിൽ തുണി മുറുകിയതാണെന്ന് നിഗമനം. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 4 ഗ്രാം MDMAയുമായി 5 പേർ മലപ്പുറം മഞ്ചേരി പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് സാദിഖ്, ഷാഫി, ദിൽഷാദ്, ഷംസുദ്ദീൻ, സർബാസ് എന്നിവർ. കോഴിക്കോട് കാരന്തൂരിലെ ടൂറിസ്റ്റ് ഹോമിൽ നിന്നും 221 ഗ്രാം MDMA പിടിച്ച കേസിലെ 5-ാം പ്രതി പിടിയിൽ. പിടിയിലായത് വെള്ളിപ്പറമ്പ് സ്വദേശി ഋതു ബർഷാദ്. മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര നടത്തിയിരിക്കുകയാണ് കുറച്ച് യുവാക്കൾ. ദേശീയപാതയിൽ മൂന്നാർ പള്ളിവാസൽ റോഡിലാണ് കാറിൽ യുവാക്കൾ സാഹസിക യാത്ര നടത്തിയത്. ഡ്രൈവർ ഒഴികെ മറ്റ് യാത്രക്കാർ എല്ലാം വാഹനത്തിന് പുറത്തേക്ക് നിൽക്കുന്ന രീതിയിലാണ് യാത്ര ചെയ്തത്.
ദേശീയ പാതയിലെ കൊടും വളവുകളുള്ള ഭാഗത്തായിരുന്നു യുവാക്കളുടെ ഈ സാഹസിക യാത്ര. റോഡിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവർ പലപ്പോഴും വെട്ടിലാക്കുന്നത് നിരപരാധികളെയാണ്. മനസ്സറിയാതെ പലരും അപകടത്തിൽപ്പെടുന്നു. അതുകൊണ്ട് തന്നെ പൊതുനിരത്തുകളിലെ അതിർവിട്ട അഭ്യാസങ്ങൾക്കെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും കർശന നടപടികളാണ് സ്വീകരിക്കുന്നത്. ഇവർക്കെതിരെയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ പോലീസ് പെട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം.